ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ലോകത്തിൽ പല അനുകൂലമുണ്ടെന്ന് പറയുന്ന ആളുകളും സമയമാകുമ്പോൾ പ്രതികൂലമായി മാറും. മറ്റുള്ളവരുടെ ഭാഷ പറഞ്ഞാൽ തനിനിറം കാണും. ഇതായിരുന്നു എന്നെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിരുന്നത്, ഇതായിരുന്നു എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇങ്ങനെ പല കാര്യങ്ങൾ പലരിന്നും നമ്മൾ തിരിച്ചറിയുന്ന ചില സാഹചര്യങ്ങൾ ദൈവമായിട്ട് തന്നെ കൊണ്ടുതരും. പക്ഷെ അവിടെയെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആരൊക്കെ മാറിയാലും മറന്നാലും കാലുവാരിയാലും കൈ പിൻവലിച്ചാലും ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന തൻ്റെ മക്കൾക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ കരം അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്ക് അവൻ്റെ കരം പ്രതികൂലമായും ഇരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന, നിരാശപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ കടന്നു വരും. നിരാശപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. ഇനി പല ആളുകളും ഒന്നൊരു നല്ല വാക്ക് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യമാണ് പറയാനായിട്ട് പോകുന്നത്. 80-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങളാണ്. നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു, ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. ഇങ്ങനെ കണ്ണുനീരിൻ്റെ അപ്പം, കണ്ണുനീര് കുടിക്കുവാൻ അയൽക്കാർക്ക് ഒരു പരിഹാസ വിഷയമായി. എന്താ, ഒന്നിനും മറുപടി ലഭിക്കുന്നില്ല, പലരും പരിഹസിക്കുക. ദാവീദിന്റെ ഭാഷ പറഞ്ഞാൽ അവന് ദൈവത്തിങ്കൽ, ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, മടുത്തു പോകരുതേ, തളർന്നു പോകരുതേ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെൻ്റെ മുഖപ്രകാശ ലക്ഷ്യം എൻ്റെ ദൈവമാണ് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് കോരഹപുത്രന്മാർ 42 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് 2 പ്രാവശ്യം. ഹൃദയത്തിൽ വിഷാദങ്ങൾ നിറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ ദൈവം കേൾക്കുന്നില്ലയോ, ദൈവം അറിയുന്നില്ലയോ? ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്ത് നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് അസ്ഥികൾ തകർക്കും വണ്ണം പരിഹസിക്കുന്നുണ്ട്. മറുപടികൾ പലതും വെളിപ്പെടാത്തത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു ദിവസം നീ കാത്തിരുന്നതും നീ പ്രാർത്ഥിച്ചതും നീ ഇതുവരെ ആരെയാ പ്രതീക്ഷിച്ചിരുന്നൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരും. അന്ന് നിന്റെ ദൈവം ആരാണെന്ന് അവരെ അറിയും. ഹല്ലേലൂയ. ദാനിയേലിന്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. യഹൂദബാലന്മാർ സേവിച്ച ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എരിയുന്ന തീജ്വാലയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞത്. പൗലോസ് സേവിച്ച ദൈവം ആരാണ് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവൻ്റെ കൈമേൽ അണലി ചുറ്റിയതും കൊത്തിയതും. ഹല്ലേലൂയ. ദൈവം അറിയാതെ അല്ല എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുരിതവും ദൈവം അറിയാത്തതല്ല, നിന്റെ ദൈവം ആരാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതിനെ അനുവദിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അവിടെ ദൈവം കാര്യങ്ങളെ തിരിക്കും. കൊലപാതകി എന്ന് പറഞ്ഞവൻ, ദൈവമില്ലാത്തവെന്ന് പറഞ്ഞവൻ പെട്ടെന്ന് അവസാനിക്കുമെന്നൊക്കെ പലരും വിധി എഴുതിയതൊക്കെ ദൈവം തിരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നന്മകളെ അപഹരിച്ചു കൊണ്ടുപോയ മനുഷ്യർ ദൈവം തിരിച്ചു തരാനുള്ള വഴി ദൈവം ഒരുക്കും. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഇതൊരു ദൂത് ഇതിനിടയിൽ കയറി വന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക, ആരുടെയോ ഒരു പ്രത്യേക വിഷയത്തില്ല. അപഹരിച്ചു കൊണ്ടുപോയതിനെ ദൈവം തിരിച്ചു കൊണ്ടുവരും, തിരിച്ചു തരും. ഹല്ലേലൂയ. അപവാദം പറഞ്ഞവനെ കൊണ്ട് ദൈവം തിരിച്ചു പറയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ പരിഹസിക്കുമ്പോൾ എല്ലായിടങ്ങളിലുമുള്ള ശത്രുക്കൾ പോലും ഒരുമിച്ച് ദൈവമക്കളെ പരിഹസിക്കും. യേശുവിനെ ക്രൂശിക്കാൻ നേരത്ത് ഹേരോദ രാജാവും പീലാത്തോസും കൂടെ ഒന്നിച്ചെന്നവർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അവർ അടുക്കുന്നവരല്ലായിരുന്നു, രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരായിരുന്നു. പക്ഷേ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു. ദൈവമക്കളെ പരിഹസിക്കാനും തകർക്കാനും ഒക്കെ പലരും ഒന്നിച്ചേക്കാം.
പക്ഷേ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. അതെ, ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണും, ദൈവം നമ്മുടെ ഒറ്റപ്പെടലിനെ അറിയും, നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായത്തിൽ 2 ശമൂവേൽ 16 അധ്യായത്തിൽ ശിമെയി ദാവീദിനെ ശപിക്കുകയാണ്. വീട്ടിലെ പ്രശ്നം കൊണ്ട്, മകനെതിരായി മാറിയതുകൊണ്ട് അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഒരു യുദ്ധത്തിനോ വഴക്കിനോ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോയതാണ്. ആ തക്കം നോക്കി ശിമെയി ശപിക്കുകയാണ്. നിന്റെ വീട്ടിൽ നിനക്കുണ്ടായ നിന്റെ മകൻ തന്നെ നിനക്കെതിരായല്ലോ, ദൈവം നിന്നെ ശിക്ഷിച്ചതാടാ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ശപിക്കുകയാണ്. പക്ഷേ ദാവീദിന്റെ മറുപടി, ശപിക്കട്ടെ, ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ശപിക്കാൻ, അവൻ പറഞ്ഞോട്ടെ. പക്ഷെ അവൻ്റെ ശാപത്തിന് പകരം ദൈവം എൻ്റെ സങ്കടം നോക്കി എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പറയുന്നവർ പറയട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കുറ്റപ്പെടുന്നവർ കുറ്റപ്പെടുത്തട്ടെ. എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകും. നിന്റെ ദൈവം എവിടെയെന്ന് പല ആളും പരിഹസിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് എഴുന്നേറ്റ് വരും. എനിക്ക് വേണ്ടി അത്ഭുതം അവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സഹോദരങ്ങൾ, ഒന്നിലും നിരാശപ്പെടേണ്ട. ദൈവം ആരാണെന്ന് നിങ്ങളുടെ ഈ പ്രതിസന്ധിക്കപ്പുറം ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിച്ച ചില പ്രതിസന്ധികൾ അവൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നിന്നു കൊടുത്തോ, ബാക്കി കാര്യം ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരാശകളും ദുഃഖിക്കുന്ന സാഹചര്യങ്ങളൊന്നും തളർന്നു പോകരുത്. കർത്താവിനോട് പറ്റി നിൽക്കുക. ദൈവ സമയത്തെല്ലാം നന്മയ്ക്കായി ചെയ്യും. പ്രിയ കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുകയാണ്. കർത്താവെ, നിരാശപ്പെട്ടു പോകാനിടയാകാതെ തക്ക സമയത്ത് അവരനുഭവിച്ച കഷ്ടതയുടെയും വേദനയുടെയും മറുപടി കർത്താവെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. സേവിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുത്താൻ ദൈവം അനുവദിച്ചിട്ടുള്ള പ്രതിസന്ധിയിൽ കർത്താവെ അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ, അവിടുന്ന് മഹത്വം വെളിപ്പെടുത്തണമേ. ഇവരെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഉണ്ടാകട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവമഹത്വത്തിൻ്റെ ദിവസമായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുറേ പേർക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ glorious day.